ഇവിടെ രാഷ്ട്രീയം പറയാം നമ്മൾ തുടരുകയാണ്. എറണാകുളം മണ്ഡലത്തിലെ ചൂടേറിയ രാഷ്ട്രീയ കാഴ്ചകൾ ഈ സംവാദ പരിപാടിയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നു. നേരത്തെ ഇവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് തുടരാം. ശ്രീ ഗോപിനാഥ്, അതിൽ എനിക്കത് ഓർമ്മിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് CPM വോട്ട് പിടിക്കുന്നു, ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ എതിർക്കുന്നു, രാഹുൽ ഗാന്ധിയുമായി ഇവിടെ നേരിട്ട് ഏറ്റുമുട്ടുന്നു, ഇതിന്റെ സാങ്കത്യമാണ് ഈ വോട്ടേഴ്സ് ചൂണ്ടിക്കാട്ടിയത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്ടിലല്ല, കേരളത്തിലൊഴിച്ച് മിക്കവാറും ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും, ഈവൻ ബംഗാളിൽ പരസ്പരം സഹകരിച്ച് BJPക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇന്ത്യയിൽ ആകെ എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷം പറയട്ടെ, ഇന്ത്യയിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ളത്. ഇവിടെ BJPക്ക് അങ്ങനെ വോട്ടില്ല, ഒരു സീറ്റ് പോലും ഇല്ല. അതുകൊണ്ട് BJP വോട്ട് ഭിന്നിക്കേണ്ട കാര്യമില്ല ഇവിടെ. അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP അധികാരത്തിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നോക്ക്, സുഹൃത്ത് കണ്ടിട്ടുണ്ടല്ലോ. 37% വോട്ട് കിട്ടിയ BJP 300 സീറ്റോടുകൂടി ഭരണത്തിൽ വന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആ നാണയത്തിൻ്റെ മറുവശം 63% കിട്ടിയവർ പ്രതിപക്ഷത്തായി പോയി എന്നാണ്. അങ്ങനെ പോകാതിരിക്കാൻ ഭിന്നിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം BJP അധികാരത്തിൽ നിന്ന് ഇറക്കാൻ, മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് പ്രഖ്യാപിതമായ നിലപാടുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന് തയ്യാറാവുന്നത്. എന്നാൽ കേരളത്തിലല്ലാതെ വേറെ എവിടെ പറയാൻ കഴിയുക? ഞങ്ങൾക്ക് ബീഹാറിൽ 6 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നിരയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ CPIM പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തോന്നുന്നുണ്ടെങ്കിൽ അവരിവിടെ തന്നെ ഒന്ന് മത്സരിക്കേണ്ടെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. മത്സരിക്കാൻ എവിടെ വേണമെങ്കിലും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശിവശങ്കരൻ ഇവിടെ കുറേ കണക്കുകൾ അവതരിപ്പിച്ചു. അത് ശിവശങ്കരൻ്റെ എക്കണോമിക്സ് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ജനങ്ങൾക്കൊക്കെ എങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ഇവിടെ ചോദിച്ചല്ലോ, ജൻധൻ ബാങ്ക് അക്കൗണ്ട്. എത്ര ബാങ്ക് അക്കൗണ്ട് തുടങ്ങി? ഏതെങ്കിലും ബാങ്കിൽ 10 പൈസ വന്നോ? മിനിമം വേജസ് ഇന്ത്യയിൽ ഫ്ലോർ ലെവൽ വേജസ് BJP ചെയ്തിട്ടുള്ള എത്രയാ? ശിവശങ്കരൻ അറിയാമല്ലോ, എന്നെ ട്രേഡ് യൂണിയൻ നേതാവായി പുകഴ്ത്തിയല്ലോ, 202 ഉലുവ. കേരളത്തിൽ എത്രയാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനിമം വേജസ് കൊടുക്കുന്ന സ്റ്റേറ്റ്. അണ്ണാറക്കണ്ണനും തന്നാലായതെന്നുള്ള നിലയിൽ സാമ്പത്തികമായി കേരളത്തെ നക്ഷത്രം എണ്ണിക്കുമ്പോഴും കേരളത്തിലെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ദീപ്തി മേരി വർഗീസ് ഓർക്കുക, അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ചെയ്യാതെ കോൺഗ്രസും BJPയും കൂടി പരസ്പരം സഹകരിച്ചുകൊണ്ട് BJP കേരളത്തെ വിഷമപത്രത്തിലാക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. തീരുമാനം വരട്ടെ. കോൺഗ്രസ് നിർഭാഗ്യവശാൽ അങ്ങനെ ആസ്വദിക്കേണ്ടവരായിരുന്നില്ല. 18 MPമാർ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ പേരിൽ ജയിച്ചു പോയിട്ട്, ഞാൻ പറഞ്ഞു തീരട്ടെ, 18 MPമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ, ഒരാൾ MLA ആയാൽ, പഞ്ചായത്ത് മെമ്പറായാൽ എല്ലാവരുടെയും മെമ്പറല്ലേ? അതുകൊണ്ട് ആ ഉത്തരവാദിത്വം രാഷ്ട്രീയമായ ഇടതുപക്ഷത്തെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ, സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ 18 MPമാർ പാർലമെന്റിൽ പോയി വാ തുറന്നിട്ടുണ്ടോ? ഹൈബി ഈഡൻ അടക്കം. അതൊന്ന്. പൊതുമേഖലാ ശിവശങ്കരൻ അല്ല, ബഹളം ഉണ്ടാക്കുക. നിങ്ങൾ ബഹളം ഉണ്ടാക്കാമോ? അല്ല, ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ നേതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. നിങ്ങളുടെ നേതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. മറ്റൊന്ന്, ഒരു കാര്യം കൂടി വിജയകുമാർ, ഒരു കാര്യം കൂടി. പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ 1991 മുതലാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 56-ൽ വ്യവസായ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ വളർത്തിയ പൊതുമേഖലയാണ് ലോകത്തിൻ്റെ മുമ്പിൽ വ്യവസായ ഭൂപടത്തിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത്. അത് കീഴ്മേൽ മറിക്കുന്ന നടപടിയാണ് മിക്കവാറും ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 3 ദശകങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് ശിവശങ്കരൻ്റെ പാർട്ടിയായിട്ടുള്ള BJPയാ. പൊതുമേഖലയെ തൂക്കി വിൽക്കുന്ന കാര്യത്തിൽ 3.5 ലക്ഷം കോടിയാണ് BJPയുടെ കാലത്ത് ഓഹരി വിൽപ്പന നടന്നത്. 1.20 കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നുള്ളൂ. ആ മത്സരത്തിൽ ശിവശങ്കര BJPയാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൊതുമേഖല സംരക്ഷിക്കാൻ, തൊഴിലാളിയെ സംരക്ഷിക്കാൻ, കർഷകരെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ പാർലമെന്റിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള പാർലമെന്റിനെ തിരിച്ചു പിടിക്കാൻ, അതാണ് ഇടതുപക്ഷം കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ഒരു കാര്യം, അതായത് ഈ BJP വിരുദ്ധ പോരാട്ടത്തിൽ നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഒരുമിച്ചാണെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല എന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കാത്തത്? അത്തരത്തിലൊരു ആവശ്യമല്ല സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവരാദ്യം എന്താ പറഞ്ഞത്? 56,000 ചില്ലാൻ
57,400 എവിടെ പോയി ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ 57,400 കോടി രൂപയാണ് തരാനുള്ളത് എന്നാണ് പറഞ്ഞത്. അത് ശരിയായ കണക്കല്ല എന്നുള്ളതാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ അത് പറയാതിരുന്നത്? സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയിൽ CPM കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് കേരളത്തിന് കടമെടുക്കുവാനുള്ള പരിധി വർദ്ധിപ്പിക്കണം. ഇതാണ് അവർ സുപ്രീം കോടതി പറഞ്ഞത്. ഈ കണക്കൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഈ കണക്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞതിന് അതിനോട് യോജിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 4.5 ലക്ഷം കോടി രൂപ എടുത്തു കഴിഞ്ഞു. കിഫ്ബിയുടെ പേരിൽ പറയട്ടെ, കിഫ്ബിയുടെ പേരിൽ ഇവിടെ നടത്തി, വലിയ പുരോഗമനം നടത്തി എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ എടുത്ത കടം അന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത്തരത്തിൽ കടമെടുത്തു പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇത് അവസാനം പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെ കളിയാക്കി. അന്ന് UDF-നെയും കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ LDF പരിഹസിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കിഫ്ബിയുടെ പേരിൽ എടുത്തിരിക്കുന്ന കടം മുഴുവൻ അത് ബഡ്ജറ്റിന് പുറത്ത് എടുത്ത കടം ഒക്കെ ഇതിനോട് അനുബന്ധമായി കൂട്ടണം എന്നുള്ളതാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവര് തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം എന്താ? രാഹുൽ ഗാന്ധി എന്തിനാ ഇവിടെ മത്സരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. 1% താഴെയായി ഒതുങ്ങാനുള്ള കാരണം എന്താണ് എന്നുള്ളത് വേണം. ഇവർ ഉദാരവൽക്കരണത്തെ കുറിച്ച് പറയുന്നു, രാജ്യത്തിന്റെ സമ്പത്തിനെ കുറിച്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നു. എന്താണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാലം അത്രയും ഈ രാജ്യത്ത് ചെയ്തിരിക്കുന്നത്? എന്താണ് UPA ഗവൺമെന്റിന്റെ ആദ്യ UPA ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചതല്ലേ? എന്തിനാണ് ഇവർ പിന്തുണ പിൻവലിച്ചത്? UPA ഗവൺമെന്റ് പറയട്ടെ, UPA ഗവൺമെന്റിന് പിന്തുണ കൊടുത്തിരുന്ന CPM ഒരു മിനിറ്റ് അല്ല അത് അദ്ദേഹം ആദ്യം പറഞ്ഞു. അല്ല അത് സമ്മതിച്ചല്ലോ, തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് ആദ്യം സമ്മതിച്ചല്ലോ. UPA ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ചത് CPM ആണ്. എന്തിനാണ് എന്നുള്ളതിന് അവർ മറുപടി പറയണ്ടേ? അപ്പോൾ ലളിതമായ ചോദ്യം, കർണാടക പോലെ BJP കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ ഇപ്പോൾ വേണമെങ്കിൽ തെലങ്കാനയുണ്ട്, ആന്ധ്രയിൽ ഇപ്പോൾ BJP സഖ്യമുണ്ട്, അവിടെ TDP BJP ആ സഖ്യമൊക്കെ ഉള്ള സ്റ്റേറ്റിലേക്ക് രാഹുൽ ഗാന്ധി നിന്നിരുന്നെങ്കിൽ ആ പോരാട്ടം കുറെ കൂടി പ്രതീകാത്മകമാകില്ലേ എന്നതാണ് ചോദ്യം. കേരളത്തിനെ സംബന്ധിച്ച് 20 സീറ്റും നേടുക എന്നുള്ളത് UDF-ന്റെ ലക്ഷ്യമാണ്. കാരണം എന്താ? രാജ്യത്ത് ഏറ്റവും അധികം കോൺഗ്രസ് MPമാർ ജയിച്ചു വന്നെങ്കിൽ മാത്രമേ BJP-ക്കെതിരെ പോരാടാൻ പറ്റുള്ളൂ. എങ്ങനെ വിശ്വസിക്കും CPM-നെ? ആദ്യ UPA-യുടെ ഭരണകാലത്ത് പിന്തുണ പിൻവലിച്ച CPM-നെ എങ്ങനെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്? ആന്റണിയുടെ മകൻ കരുണാകരന്റെ മകൾ, ഇനി ഞാൻ പേര് പറയണോ? അടുത്ത ആളെ എറണാകുളം എന്നാണെന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെ വോട്ട് പാഴായി പോകാതിരിക്കുക ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. BJPയും കോൺഗ്രസും അങ്ങനെ പാലം വെച്ചിരിക്കുകയാണ്. അത് പണ്ട് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ കോൺഗ്രസിന് മതനിരപേക്ഷ നിലപാടുണ്ടായിരുന്നു. ഇപ്പൊ ആ നിലപാടില്ലാത്തതുകൊണ്ടല്ലേ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഇങ്ങനെ ഇരുട്ടി തപ്പുന്നത്? ഒരു നിലപാട് പറയാനില്ലാത്തത് അതുകൊണ്ടല്ലേ? അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള മതനിരപേക്ഷത ഉണ്ടായിരുന്നു. BJPയും CPM-ഉം ഇന്ന് കേരളത്തിൽ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. സംശയമുണ്ടോ? കേരളത്തിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം. മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്തേക്ക് മാത്രം എന്തുകൊണ്ടാണ് ED വരാത്തത്? മറുപടി പറയണം. എക്സാലോജിക്ക എന്ന കമ്പനിയുടെ കേസ് എത്ര ദിവസമായി ഇവിടെ അന്വേഷിക്കുന്നു? 2021 മുതൽ എക്സാലോജിക്കയുടെ കേസ് അന്വേഷിക്കുകയാണ്. വീണ വിജയനെ മാത്രം തൊടില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം തൊടില്ല. സ്വർണ്ണ കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കേസ് എന്തുകൊണ്ടാണ് ഈ സെലക്റ്റീവായ അന്വേഷണം നടക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, വീട്ടിലേക്ക് ED പോകാത്തത്? അതുപോലെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നിരുന്നു. അത് രണ്ടും കൂടെ മറുപടി. ശിവശങ്കര, എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ മാത്രം അറസ്റ്റ് ചെയ്തത്? ഞാൻ ഈ ചോദ്യം ഹേമന്ത് സോറനുണ്ട്. ശരി, പറയൂ. ഞാൻ ഈ ചോദ്യം എന്താ വരാത്തേന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പറയട്ടെ. ഞാൻ ആദ്യം വിജയകുമാറിന് ഈ പരസ്യം കാണിക്കാം. ഇത്
വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ചെയ്ത പരസ്യ. അതിനകത്ത് 6ാമത്തെ പേരാരാന്നറിയാമോ? പിണറായി വിജയൻ. പിണറായി വിജയൻ ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ചെയ്ത പരസ്യത്തിൽ BJP ചെയ്ത പരസ്യമായിരിക്കും, കള്ളത്തരം പറയില്ല. അല്ലല്ല, ഇത് ഒറിജിനൽ പരസ്യം, നേരത്തെ ചർച്ചയായതാ. നിങ്ങൾ ചിരിക്കണം, ചർച്ചയായ പരസ്യമാണ്. ട്വീറ്റ് ചെയ്തേക്കണതാ. അല്ലെന്നേ, അല്ല, രാഹുൽ നിങ്ങൾ ഗാന്ധിയുടെ social ട്വീറ്റ് media കൂടെ ഞാൻ മുഴുവൻ കാണിച്ച് അത് പറയുകയാണ്. manipulate ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു നിങ്ങളെ രാഷ്ട്രീയ പറ്റിക്കാനായിട്ട് പ്രസ്ഥാനം BJP ആണ്. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പറയും. അല്ല, ആവശ്യമില്ല. ഇത് താങ്കളുടെ mic on ആണ്. പറയൂ. അല്ല, ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്താണ് കാര്യം, നിങ്ങൾ തെളിയിക്കണം. വോയിസ് ഓഫ് വോയിസ് ഓഫ് ഇന്ത്യ ഇത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ട്വീറ്റ് ചെയ്താ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, നേരത്തെ ചർച്ചയായതാണ്. അല്ല, അതിപ്പോ സീതാറാം യെച്ചൂരിയുടെ പടമുണ്ട്. ഇതൊക്കെ ജനങ്ങളെ പറ്റി. ഇവരൊറ്റ കമ്പനിയാണ്, ഇവരൊറ്റ കമ്പനിയാ ഇവര്. എന്നിട്ട് ചോദിക്കും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്ത എന്താന്ന് ചോദിക്കും. ഒരു കാര്യമില്ല. ഇവര് പറയട്ടെ. അല്ലല്ല, നിങ്ങൾ കുറെ ചോദ്യം ചോദിച്ചു, അവര് മറുപടി പറയട്ടെ. അതല്ല പറയാം. അല്ല, അതല്ല, നിങ്ങള് പറയട്ടെ. അല്ല, നിങ്ങൾ കുറെ ചോദ്യം ചോദിച്ചു, പുള്ളി മറുപടി പറയട്ടെ. സുപ്രീം കോടതിയിലെ കാര്യം പറഞ്ഞപ്പോ സുപ്രീം കോടതിയിൽ കപിൽ സിബലാണ് കോൺഗ്രസിന് വേണ്ടി കേരള സർക്കാരിന് വേണ്ടി വാദിച്ചത്. ആ കപിൽ സിബൽ ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയവായി കണക്കുകൾ പുറത്തു പറയരുത്, ദയവായി കണക്കുകൾ പുറത്തു പറയരുത്. സുപ്രീം കോടതി പറഞ്ഞു. എന്താ കാര്യം? കടം മേടിച്ച കണം, ആ കണക്കുകൾ കൃത്യമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ കപിൽ സിബൽ ചാടിയിട്ട് ഈ കണക്ക് പുറത്തു വിടരുത്. സുപ്രീം കോടതി ഓൾറെഡി പോയി കഴിഞ്ഞു. ആ കണക്കുകൾ എന്താ? 9ാം ധനകാര്യ കമ്മീഷന്റെ കണക്കുകളടക്കം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ കണക്കുകൾ മനോരമയൊക്കെ ഫ്രണ്ട് പേജിൽ കൊടുത്തില്ലേ? നിങ്ങൾ അടുത്ത വർഷത്തെ അടുത്ത തലമുറയെ വരെ പണയം വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ കടക്കെടുതിയിലാക്കിയ ഒരു സർക്കാരാണ്. ശിവശങ്കര, നടന്ന് മുടന്ത് കാണിക്കരുത്. സുപ്രീം കോടതി എന്താ വിധി വരാഞ്ഞ്? സുപ്രീം കോടതി 157 ലക്ഷം കോടിയാണ് BJP കടമെടുത്തേക്കണത് ഇന്ത്യയില്. 157 ലക്ഷം. മനസ്സിലായോ? അതുകൊണ്ട് നടന്നു മുടന്ന് കാണിക്കല്ലേ. ഇതേ കണക്ക് 8 ലക്ഷം കോടി എന്നാണ് കപിൽ സിബൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളായിട്ട് പറഞ്ഞത്. അന്ന് സുപ്രീം കോടതി കണക്ക് പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ കണക്കുകൾ പറഞ്ഞു തീരട്ടെ. അപ്പോ ആരോടാ ചോദിക്കുന്നത്? CPM പ്രതിനിധിയോടാണ്. അപ്പോ പിന്നെ BJP ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഇവിടെ ആർക്കെങ്കിലും അറിയുമെന്നുള്ളത് ആർക്കും അറിയില്ല. ബിജെപിയുടെ കാൻഡിഡേറ്റിന്റെ ഒരു ആർക്കും അറിയില്ല. ഇവിടെ നിന്ന് കൂടി നിൽക്കുന്ന ആർക്കും അറിയില്ല. അപ്പോ ചോദ്യം CPM-ന്റെ പ്രതിനിധിയോടാണ്. അപ്പോ സ്ഥാനത്തിന്റെ പേരെന്താ? ഷൈൻ ടീച്ചർ. ഓക്കെ, BJP സ്ഥാനാർത്ഥിയോ? അല്ല, BJP അല്ല, CPM അല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര്. ഓക്കെ, ഏത് സ്ഥാനാർത്ഥിയുടെ പേരാ താങ്കൾക്ക് അറിയാത്തെ? അല്ല, BJP-യുടെ ഒരു വർഗീയവാദികളോട് പിന്നെ ചോദ്യം ചോദിച്ച് അവർക്ക് സ്പേസ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ചോദ്യം CPM-ന്റെ പ്രതിനിധിയോടാണ്, ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. അപ്പോ ചോദ്യം ഇതാണ്. ഇപ്പൊ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോ ഇവിടെ എന്തായാലും ഈ കേരളത്തിലെ പിന്നെ വോട്ട് ചെയ്യുക, ഈ ഒരു കേരളത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ടാണ് എന്ത് ചെയ്യാം ഇവിടെ പിന്നെ ഇടതുപക്ഷത്തിനും UDF-നും വോട്ട് ചെയ്യുക. അപ്പോ ഈ സ്കോളർഷിപ്പ് അടങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ അടങ്ങുന്ന കാര്യങ്ങൾ എല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കിക്കൊണ്ട് കേരളീയം അതുപോലെ തന്നെ ലോക കേരള സഭ ആരോപണമുണ്ട്. അപ്പോ അത് പിന്നെ ആരോപണം മാത്രമല്ല, അത് വസ്തുതയാണ്. അപ്പോ ഇത്രയും ദൂരത്ത് നടത്തി ഭരിക്കുന്ന ഒരു പിന്നെ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് വീണ്ടും ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് കൂടെ വേണം. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അതിനുള്ള മറുപടിയിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വരും. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ